നമ്മളിന്ന് ഈ ആത്മീയ സംഗമമായിട്ട് ഈ ദേശത്ത് ഇങ്ങനെ കൂടി വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ചെന്ന് എം പി ചാക്കോ സാറിനോട് ഈ കാര്യം പറഞ്ഞു. സാറേ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. ചാക്കോ സാറ് പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ബ്രദർ തോംസൺ കണ്ണമലയുടെ ഭവനാങ്കണത്തിൽ എന്നൊരു നോട്ടീസ് ദൈവം എന്നെ കാണിക്കുന്നു. അങ്ങനെ ഞാൻ എം പി ചാക്കോ സാറിനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ ചാക്കോ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പോയി ആരംഭിക്ക്, ഞാൻ വന്ന് പ്രസംഗിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 2004 ദൈവത്തിന് സ്തോത്രം വീട്ടിൽ വന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് എം പി ചാക്കോ സാറും കെ ചെറിയാച്ചായനും സൈമൺ തോമസ് മാവേലിക്കര എന്നീ 3 ദൈവദാസന്മാരെ ക്ഷണിച്ച് ബൈബിൾ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ചില യൗവനക്കാർ ചേർന്ന് പാട്ടുകൾ പാടി. അങ്ങനെയാണ് വീട്ടുമുറ്റത്ത് ഈ കൺവെൻഷൻ ആരംഭിക്കുന്നത്. ആ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ചുറ്റുപാടുള്ളവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി വന്ന് ഞങ്ങളുടെ മുറ്റത്ത് പന്തലിടുകയും അവിടെ അന്ന് ഈ കെ പി തോമസ് പാസ്റ്റർ അതിനെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം സംസാരിക്കും. ആ കൺവെൻഷനെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം ദൈവദാസൻ്റെ ഒരു ആലോചന ആ സമയത്ത് ഉണ്ടായിരുന്നു, സംസാരിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ഒരു മീറ്റിംഗ് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിച്ച് വീട്ടുമുറ്റത്ത് അങ്ങനെ ആരംഭിച്ചു. അന്ന് എം പി ചാക്കോ സാറ് ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറഞ്ഞു, അടുത്ത വർഷം ഇത് ദേശത്തിൻ്റെ നടുവിലെ മീറ്റിംഗ് ആയിത്തീരും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ പിറ്റേ വർഷം മുതൽ ദൈവത്തിന് സ്തോത്രം ഇതിന് മുൻപിൽ ചുവട് വെച്ചു. ദൈവം എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് വരെ അനുകൂലമായിരുന്ന ഈ 22 വർഷക്കാലം ദൈവം അനുകൂലമായിരുന്ന 22ാമത് മീറ്റിംഗ് ഇപ്രകാരം ഈ ദേശത്ത് നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കി. 2ാമത്തെ കൺവെൻഷൻ ഞാൻ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തുള്ള വയലിൽ അവിടെ ഞങ്ങൾ പന്തലിട്ട് ദൈവത്തിന് സ്തോത്രം ആ കൺവെൻഷൻ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വർഷം തൊട്ട് ആര് സ്ഥലം തരുമെന്നോ ആരിതിൻ്റെ പിന്നിൽ സഹായിക്കുമെന്നോ ഇതെങ്ങനെ നടക്കുമെന്നൊന്നും അറിയാതെ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ആരംഭിക്കും. 2007 വരെ ഈ കൺവെൻഷനിൽ കടമുണ്ടായിരുന്നു. 2007 വരെ ഈ ദേശത്ത് ഒരു കുടുംബത്തിൽ നിന്ന് ആ കൺവെൻഷൻ്റെ കടം തീർക്കാൻ ഇവിടെ അടച്ചാക്കൽ കത്തോലിക്ക പള്ളിയിലെ ഒരു ആൻറ്റി പണയം വെച്ചിട്ട് പൈസ തരുമായിരുന്നു. ആ വർഷം കൺവെൻഷൻ കഴിഞ്ഞ് ചില നാളുകൾ കഴിയുമ്പോൾ ആ പൈസ കടം തീർക്കുന്ന അങ്ങനെ ഒരു അനുഭവവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 2007 ഇതിൻ്റെ അപ്പുറത്ത് ഈ വയലിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിൽ പന്തലിട്ട ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് കടന്നു വരുന്ന നിക്സൺ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, ഒരു 13-14 വയസ്സേ ഉള്ളൂ, ആ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രവചിച്ചു, അടുത്ത വർഷം തൊട്ട് ഈ കൺവെൻഷൻ ദൈവം ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അടുത്ത വർഷം തൊട്ട് 2007 കഴിഞ്ഞ സമയം തൊട്ട് ഈ കൺവെൻഷനിൽ ഇന്ന് വരെ ഒരു ബാധ്യതയും ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും ഇതിനൊരു മിച്ചം പൈസ കഴിഞ്ഞ വർഷം വരെ സ്വർഗത്തിലെ ദൈവം നൽകി തന്നിട്ടുണ്ട്. ഇതിന് ആരോടും ഒരു പൈസ ചോദിച്ചിട്ടില്ല, ഒരു കളക്ഷൻ ആരോടും എടുത്തിട്ടില്ല. എന്നാൽ ദൈവം ആരുടെയൊക്കെ ഉള്ളത്തിൽ ഇടപെടുമോ അവരൊക്കെ ഇതിൻ്റെ പിന്നിൽ സഹായിക്കും. ഈ കഴിഞ്ഞ ചില നാളുകളായിട്ട് ദൈവത്തിന് സ്തോത്രം ഈ കൺവെൻഷൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടെ സ്വർഗത്തിലെ ദൈവം പ്രാപ്തമാക്കുന്നുണ്ട്. ചില പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഈ കൺവെൻഷന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ കരുണയ്ക്കും എല്ലാ വിശ്വസ്തതയ്ക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ 2026 വരെ ഈ വർഷം വരെ ഈ മീറ്റിംഗ് അനുഗ്രഹത്തോട് ദേശത്തിൻ്റെ നടുവിൽ നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇതിൻ്റെ വിരോധമായി മനുഷ്യൻ എഴുന്നേറ്റിട്ടുണ്ട്, പിശാച് എഴുന്നേറ്റിട്ടുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുകൂലമായിട്ട് വന്ന് ദൈവം ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഷാജി എമ്പോൾ പാസ്റ്ററെ ഈ കൺവെൻഷന് കിട്ടിയാൽ ദൈവത്തിന് സ്തോത്രം ഈ കൺവെൻഷൻ നടത്താമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി ആ കർത്താവിൻ്റെ ദാസനെ
ആ കർത്താവിൻ്റെ ദാസിൻ്റെ ആ ഡേറ്റ് അനുസരിച്ച് അതിൻ്റെ സമയങ്ങൾ ഒരുങ്ങി. അങ്ങനെ ഷാജിയം പോൾ പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം വന്നു. ഈ പ്രാവശ്യം ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ടിനി ജോർജ് പാസ്റ്ററെ ഈ കൺവെൻഷനിൽ കിട്ടുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആത്മീയ സംഗമം 2026 നടക്കും എന്നിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു. ആ കൃത്യസമയത്ത് അതിന് എല്ലാ മുഖാന്തരവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പ്രിയ റോയി വാഴമുട്ടം പാസ്റ്ററാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കർത്താവിൻ്റെ ദാസനെ കൃത്യമായിട്ട് ആ 2 ദിവസങ്ങളിലും ഈ ആത്മീയ സംഗമത്തിന് വേണ്ടി ലഭിച്ചു. അത് ഈ ആത്മീയ സംഗമത്തിന് വളരെ അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കുന്നല്ലോ. 2005 ഈ മീറ്റിംഗ് നടക്കുമ്പോൾ അന്ന് ചർച്ചില്ല. ദേശത്ത് ഞാനിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് ഇങ്ങനെ ഒരു സഞ്ചിയിൽ മൈദ കലക്കിയതും ഒരു സഞ്ചിയിൽ നോട്ടീസുമായിട്ട് ഇങ്ങനെ ഈ ദേശത്തോട് ഒട്ടിച്ചിങ്ങനെ കടന്നു വരുമ്പോൾ, ഈ ദേശത്ത് ഇതൊന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാനാണ്. ഈ ദേശത്ത് കടന്നു വരുമ്പോൾ ചിലർ മദ്യപിച്ചിട്ട് രാത്രി 11:45 കഴിഞ്ഞു. പൈനാമണ് സൈഡൊക്കെ നോട്ടീസ് ഒട്ടിച്ച് ഇങ്ങനെ ചാകുമുക്ക് ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് ഇങ്ങനെ അട്ടച്ചാക്കലെത്തിയതാണ്. 11:45 കഴിഞ്ഞു. മറ്റാരുമില്ല, ഞാൻ തന്നെയേ ഉള്ളൂ. ചിലർ മദ്യപിച്ചിട്ട് ജംഗ്ഷനിൽ നിൽക്കുന്നു. ഞാൻ ചിന്തിച്ചാൽ തന്നെ ഉള്ളൂ. സുവിശേഷത്തിൻ്റെ വിരോധം ഒക്കെയുള്ള കാലഘട്ടമാണ്. ഞാൻ ആ കടയുടെ പുറകിൽ കൂടെ ഇപ്പുറത്ത് വന്നിട്ട് അവർ നിൽക്കുന്നിടത്തു നിന്ന് മാറി നോട്ടീസ് ഒട്ടിച്ച് ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ദൈവത്തോട് ഞാനിങ്ങനെ ചോദിച്ചു, ഈ ദേശത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആരെങ്കിലും എനിക്ക് വിരോധമായിട്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് ചോദിച്ചത്, ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാൽ ആരെനിക്ക് വേണ്ടി ചോദിക്കും എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു. അന്ന് ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ മീറ്റിങ്ങിൽ വെച്ച് ഇതിനു വേണ്ടി ഒരു വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈ മീറ്റിംഗ് ഇതിനു വേണ്ടി ഒരു കസേര ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്തോത്രകാഴ്ച ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഉത്സാഹത്തോടെ ഇതിനു വേണ്ടി ഓടി അധ്വാനിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് ഈ സ്റ്റേജിലിരുന്നതും ഇവിടെ പ്രസംഗിച്ചതും ഇവിടെ പാടിയതും, ഇവിടെ ഒരു പെന്തക്കോസ്തിൻ്റെ ഒരു മീറ്റിംഗ്, എല്ലാവരും കൂടെ കൂടി ആലോചിച്ചൊരു മീറ്റിംഗ് അല്ല ഇത് സാക്ഷാൽ ദൈവം ഇത് ക്രമീകരിച്ചിരിക്കുന്ന ഒരു മീറ്റിംഗാണ്. അത് ദേശത്തിനും ഈ അട്ടച്ചാക്കൽ ദേശത്തിനും സഭയ്ക്കെന്ന് മാത്രമല്ല, അനേക സഭകൾ ഈ കൺവെൻഷൻ മുഖാന്തരം വളർന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ട് അട്ടച്ചാക്കൽ ഞങ്ങളുടെ ചർച്ചിൽ വരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട് പലയിടങ്ങളിലും കടന്നു പോയിട്ടുണ്ട്. ചർച്ചുകളൊക്കെ വളരട്ടെ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷൻ വളരെ പ്രതികൂലമുള്ള കൺവെൻഷനായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തോടൊരു തീരുമാനമെടുത്തു, എന്ത് പ്രതികൂലമുണ്ടെങ്കിലും ഇത് നടക്കും. ആരിവിടെ വന്നില്ലെങ്കിലും ഒരു കോട്ടേജ് പ്രേയറിൻ്റെ ആൾ വന്നില്ലെങ്കിലും, പ്രസംഗിക്കുന്നതിന് വന്നില്ലെങ്കിലും ഞാൻ പ്രസംഗിച്ചായാലും ഈ സ്ഥലത്ത് ഇവിടെ നടത്തും എന്ന് ഞാൻ ദൈവത്തോടൊരു തീരുമാനമെടുത്തു. കഴിഞ്ഞതിൻ്റെ അങ്ങേ ഞായറാഴ്ച രാത്രി ഞാൻ ഓൺലൈനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പുറത്ത് പെയ്യുന്നു. 1.5 മണിക്കൂർ മഴ പെയ്തു. പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത്, ഞാനും വൈഫും കൂടെ പുറത്ത് വന്നിട്ട് ദേശത്തൊന്ന് ചുറ്റി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വയലിൽ ഇവിടെ വലിയ വെള്ളമില്ല, എന്നാൽ ഇവിടെ പന്തലിട്ടിട്ടില്ല. ഞങ്ങൾ ഇറങ്ങി ഇവിടെ ഇരുന്നിട്ട് ഈ വയലിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴും മഴ ചാറുന്നുണ്ട്. പക്ഷേ എന്നാൽ സാഹചര്യം നോക്കിയിട്ട് നടക്കാൻ സാധ്യതയില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ മഴ പെയ്തു. കൺവെൻഷൻ്റെ ശനിയാഴ്ച രാത്രി ശനിയാഴ്ച പകലൊരു 4 മണി തൊട്ട് 5:30 വരെ ശക്തമായ മഴ. ശനിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച കൺവെൻഷൻ നടക്കേണ്ടതാണ്, പന്തലെല്ലാം ഇട്ടിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് ഞങ്ങളിവിടെ വരുമ്പോൾ മുട്ടുനീര് വെള്ളം ഈ പന്തലിലുണ്ട്, ഈ സ്ഥലത്തുണ്ട്. ഇതെങ്ങനെ നടത്തും എന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ചർച്ചിലെ സഹോദരന്മാരും കുട്ടികളൊക്കെ കൊടുക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ വട്ടം ഇങ്ങനെ മണ്ണൊക്കെ വെട്ടിവെച്ചു. ഇതിനകത്തു വന്ന് ചർച്ചിലെ കുട്ടികൾ വെള്ളം കോരി പുറത്ത് കളഞ്ഞിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇത് ഒരു ലെയർ പ്ലാസ്റ്റിക് ഇട്ടിട്ട് രണ്ടാമത്തെ ലെയർ ടാർപ്പായി ഇതുകൊണ്ട് ഇത് രഹസ്യമല്ല. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് പോളിയോയുടെ അസുഖം ബാധിച്ച ആളായിരുന്നു. 93-94 അരയ്ക്ക് കീഴോട്ട് തളർച്ച വന്ന് ഞാൻ കിടന്ന 9 മാസത്തോളമുള്ള കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ
അന്നത്തെ എൻ്റെ മെഡിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് കൈയുടെയും കാലിൻ്റെ അസ്ഥിയുടെ ജോയിൻ്റ് ദ്രവിച്ചിട്ടുണ്ട്, ഹാർട്ടിൻ്റെ വാൽവിന് കിഴുത്തയുണ്ട്. എന്നാൽ 2000 ആണ്ട് 5-ാം മാസം 18-ാം തീയതി ഞാൻ സ്നാനപ്പെട്ട ദിവസം ദൈവം എന്നെ സൗഖ്യമാക്കി, കർത്താവിനെ സൗഖ്യമാക്കി. ഞാൻ ദൈവത്തിൻ്റെ കരുണയെ ഉയർത്തിക്കൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, 26 വർഷമായി ഒരു ഹോസ്പിറ്റലിൽ കടന്നു പോകാതെ, അടകൾ ദൈവത്തിന് സ്തോത്രം, ലോകത്തിൻ്റെ ഒരു വൈദ്യനിൽ ആശ്രയിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ സൗഖ്യത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇന്നുവരെയും സ്വർഗം കൃപ തന്നു. ആ കർത്താവിൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. ടിനു ജോർജ് പാസ്റ്റർക്ക് ദൈവം ഇട്ട ഒരു ഫൗണ്ടേഷനുണ്ട്. ആ ദൈവദാസിൻ്റെ സാക്ഷ്യം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. TPMലെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം, ദൈവദാസിൻ്റെ ബൈബിൾ ക്ലാസ്സിന് ഇരിക്കുന്നതും ദൈവത്തിന് സ്തോത്രം, ഉടനവട്ടം ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയിൽ അവിടെ ഇരുന്ന് 40 ദിവസം ഉപവസിച്ചതും അതിൻ്റെയൊക്കെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അതുപോലെ ഇന്നലെ വചനം കേട്ടതുപോലെ വെളിച്ചം വ്യാപരിച്ചാൽ പിന്നെ ഇരുളിന് അവിടെ സ്വാധീനമില്ലാതെയാകും. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ.